ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ റാഗി പൊടി കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഈ ചൂട് സമയത്ത് ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി. ശരീരം നന്നായിട്ട് തണുക്കാനും ക്ഷീണം മാറാനും വിശപ്പും ദാഹവും ഒക്കെ മാറി കിട്ടും കേട്ടോ. ഇതൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ കർണാടകയിൽ ഇതിന് റാഗി അമ്പലി എന്നാണ് പറയുന്നത്. സാധാരണ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ വലിയ മണ്ണിൻ്റെ കലത്തിൻ്റെ അകത്തൊക്കെ ഇത് സെയിൽ ചെയ്യാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ആൾക്കാരൊക്കെ വാങ്ങിച്ച് കുടിക്കാറുണ്ട്. ഞാനിപ്പോൾ ഒരു 3 ഗ്ലാസ് റാഗി ഡ്രിങ്ക് തയ്യാറാക്കാനുള്ള അളവാണ് ഇവിടെ കാണിക്കുന്നത്. ഒരു ബൗളിലേക്ക് ഒരു 1.25 സ്പൂണോളം റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഈ റാഗിപ്പൊടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ റാഗി കട്ടയാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കട്ടയൊക്കെ പിടിക്കാതിരിക്കാൻ ആദ്യമേ കുറച്ച് നമ്മൾ ഇത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇതൊഴിച്ചൊന്ന് ഒന്ന് കുറുക്കിയെടുക്കുവാണെങ്കിൽ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ റാഗിപ്പൊടി ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ ആദ്യമേ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിൻ്റെ അകത്ത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ടോട്ടൽ 3 ഗ്ലാസ് റാഗി ഡ്രിങ്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. പാനിലേക്ക് 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തു. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ ആ പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുകൊണ്ട് ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ റാഗി നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇത് ഇളക്കണം. കട്ടയൊന്നും കിട്ടാതെ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഒന്ന് ആയി കിട്ടാനായിട്ടാണ് നമ്മൾ പച്ചവെള്ളത്തിലൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് സ്പൂണ് കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ റാഗിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. ഒരു കുറച്ച് നേരം ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് വെന്ത് കിട്ടുന്നവരെ നമ്മൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അത് തിളച്ച് പൊങ്ങി ചാടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പൊങ്ങി ചാടിപ്പോകാതിരിക്കാനായിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരുന്ന റാഗിയൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പം ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റി നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. ഇതുകൊണ്ട് ഇപ്പോൾ നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. രാവിലെ ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കണം, അല്ലെങ്കിൽ ഈവനിങ് ഡിന്നർ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ ആരോഗ്യത്തിന് നല്ലതാണ്, ശരീരത്തിന് നല്ല തണുപ്പും ഒക്കെ കിട്ടുന്ന അടിപൊളി ഒരു ഡ്രിങ്ക് ആട്ടോ ഇത്. അപ്പം റാഗിയൊക്കെ ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിനുള്ള ബാക്കിത്തെ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി അധികം ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കാം. ഈ റാഗി ഒന്ന് കുറുക്കി തണുത്ത് കിട്ടിയാൽ മതി. ഇനിയൊരു മണ്ണിൻ്റെ ഇതുപോലത്തെ ഒരു കുടവോ അല്ലെങ്കിൽ മണ്ണിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ മണ്ണിൻ്റെ പാത്രത്തിനകത്താണ് സാധാരണ ഇത് തയ്യാറാക്കി വെക്കാറ്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു മണ്ണിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗി ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, കുറച്ചൊരു ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത സവാള, ഇതിലേക്ക് സവാളയോ ചെറിയുള്ളിയോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തീരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അത് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ കുറച്ച് പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ജീരകമാണ്. ഞാൻ കുറച്ച് ജീരകം ചതച്ചാണ് ഇതിലേക്ക് ചേർത്തത്. ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്താലും മതി, അല്ലെങ്കിൽ ജീരകം ഇതുപോലെ ചതച്ച് ചേർത്താലും മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ്. തൈര് അധികം പുളിയില്ലാത്ത തൈര് ചേർക്കുന്നല്ല, പുളിയുള്ളതാണേലും കുഴപ്പമൊന്നുമില്ല. തൈര് നമുക്ക് എത്രത്തോളം വേണം അത്രത്തോളം തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ റാഗി അമ്പലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് അങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും കുടിക്കാൻ നമുക്ക് ഇല്ല, ഇങ്ങനെ തന്നെ ശരീരത്തിന് നല്ല തണുപ്പാണ്. നമ്മളിപ്പോൾ റാഗി തൈരൊക്കെ ചേർത്തിട്ടാണല്ലോ ഇത് തയ്യാറാക്കിയത്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഇഞ്ചി കൂടെ ചതച്ചതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ ഇഞ്ചി ചേർത്തിട്ടില്ല. നമ്മുടെ റാഗി അമ്പലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് ഇത് നമ്മുടെ ഒരു ഗ്ലാസ്സിലേക്ക് റാഗി അമ്പലി ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഇവിടെ കർണാടകയിലൊക്കെ പുറത്ത് പോയി നമ്മൾ കഴിക്കാൻ നേരത്ത് ഇതുപോലെയാണിത് നമുക്ക് അവർ തരാറ്. റാഗി അമ്പലി ഒരു ഗ്ലാസ്സിലേക്ക് ഇതുപോലെ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ കുറച്ച് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് സവാള ഇതുപോലെ ഇട്ടിട്ട് മല്ലിയിലയും കുറച്ച് പച്ചമുളകും കൂടെ ഇതിട്ടിട്ട് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഇനിയൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.